Hello guys, welcome back to my channel. ഇന്ന് നമുക്ക് മലബാർ സ്നാക്കായ ഇലാഞ്ചി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ആക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് പഞ്ചസാര, 1 മുട്ട, 1 കപ്പ് മൈദ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്, കുറച്ച് റൈസൻസും കുറച്ച് കാഷ്യൂ നട്ട്സും, പിന്നെ ആവശ്യത്തിന് വെള്ളം, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. സോ ചൂടായ പാനിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസൻസും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസൻസും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലോട്ട് മാറ്റിയെടുക്കാം. ഇനി അതേ പാനിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. സോ നമുക്ക് പഞ്ചസാരയും വെള്ളം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര ഫുള്ളായിട്ട് ഇതിൽ മെൽറ്റായിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് മെൽറ്റായ പഞ്ചസാരയും തേങ്ങയും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസൻസും കാഷ്യൂ നട്ട്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ആദ്യമേ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫോർക്കോ സ്പൂണോ വെച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും കൂടി ചേർത്തിട്ട് മുട്ടയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്, കുറച്ച് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ലൂസ് ബാറ്റർ ആക്കിയിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ല ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളം ഒന്നും അല്ല എടുക്കുന്നത്, നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിൻ്റെ. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കനം കുറച്ച് പാൻ കേക്ക് തയ്യാറാക്കി എടുക്കണം. സോ പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാൻ ഞാനിപ്പോൾ ഒരു ദോശ ഉണ്ടാക്കുന്ന പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ടിട്ട് 2 തവി ബാറ്റർ